ഹായ്, എല്ലാവർക്കും സ്വാഗതം. 3 വേർഡ്സ് പെർ ഡേ എ ചലഞ്ച് എന്നുള്ള വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി 3 വൊക്കാബുലറീസ് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇന്നത്തെ 3 വൊക്കാബുലറീസ് അല്ലെങ്കിൽ വേർഡ്സ് നോക്കാം. ഒന്നാമത്തെയാണ് അബ്ഡക്റ്റ് എന്ന് പറയുന്നത്. അബ്ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വെർബായിട്ട് വരുമ്പം ക്യാരി ഓഫ്, എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ കിഡ്നാപ്പ്, ഇല്ലീഗലി എന്നൊക്കെ പറയും. കിഡ്നാപ്പ് ചെയ്യുന്നത് തന്നെ ഇല്ലീഗലായിട്ടാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കിഡ്നാപ്പ് ചെയ്യുക എന്നുള്ളതാണ് അബ്ഡക്റ്റ് എന്നുള്ളതാണ്. അബ്ഡക്ഷൻ അതിൻ്റെ മറ്റു ഫോംസ് ആണ് അബ്ഡക്ഷൻ അല്ലെങ്കിൽ അബ്ഡക്റ്റർ എന്നൊക്കെ പറയുന്നത്. അബ്ഡക്ഷൻ എന്നുള്ളത് നൗണാണ്. അബ്ഡക്റ്റർ എന്നുള്ളത് അബ്ഡക്റ്റ് ചെയ്യുന്ന ആളെയാണ് അബ്ഡക്റ്റർ എന്ന് പറയുന്നത്. കിഡ്നാപ്പ് ചെയ്യുന്ന ആളെ കിഡ്നാപ്പർ എന്ന് പറയും, അബ്ഡക്റ്റർ. അപ്പോൾ അതിൻ്റെ യൂസേജസ്, സെൻറ്റൻസിലെ യൂസേജസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ക്രിമിനൽസ് അബ്ഡക്റ്റഡ് ദ കമ്പനി ഡയറക്ടർ. എന്നുവെച്ചാൽ ക്രിമിനൽസ് കമ്പനിയുടെ ഡയറക്ടറെ അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോയി, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അബ്ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദ മില്ലനെയർ ഹൂ ഡിസപ്പിയർഡ് മേ ഹാവ് ബീൻ അബ്ഡക്റ്റഡ്. അതായത് ഈ കാണാതായ ലക്ഷാധിപതി മില്ലനെയർ ചിലപ്പം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതായിരിക്കും, അബ്ഡക്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കും, അദ്ദേഹത്തെ ആരെങ്കിലും അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോയതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അബ്ഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത വാക്കാണ് അബിറന്റ്. അബിറന്റ് അത് ആഡ്ജക്റ്റീവ് ഫോമാണത്. ഡീവിയേറ്റിംഗ് ഫ്രം വാട്ട് ഈസ് നോർമൽ ഓർ അക്സെപ്റ്റഡ്. സാധാരണഗതിയിലുള്ള ഒരവസ്ഥയിൽ നിന്നും മാറി ഉള്ള ഒരു ഡീവിയേറ്റ് ചെയ്യുക, വഴിമാറിപ്പോവുക, അല്ലെങ്കിൽ നോർമൽസിയിൽ നിന്നും വഴിമാറിപ്പോകുന്ന ഒരവസ്ഥയാണ് അബിറന്റ് എന്ന് പറയുന്നത്. ഡീവിയേറ്റിംഗ് ഫ്രം, ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വഴിമാറിപ്പോവുക, സാധാരണയുള്ള വഴിയിൽ നിന്നും മാറിപ്പോവുക. അത് ഫിസിക്കലായിട്ടുള്ളതല്ലാതെ നമ്മൾ സഞ്ചരിക്കുന്ന ഫിസിക്കൽ പാത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ അബ്നോർമൽസി, ഇതുവരെ നമ്മൾ ആ നോർമലായിട്ട് കണ്ടൊരു വ്യക്തിയിൽ ഏതെങ്കിലും അബ്നോർമൽസി കാണുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈസ് ഹാവിങ് എൻ അബിറന്റ് ബിഹേവിയർ എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഡീവിയേറ്റിംഗ് ഫ്രം വാട്ട് ഈസ് നോർമൽ ഓർ അക്സെപ്റ്റഡ് എന്നുവെച്ചാൽ പൊതുവെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കാണുന്ന സ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥ അബിറന്റ് എന്ന് പറയും. അതിൻ്റെ അബിറേഷൻ എന്നുള്ളതാണ് അതിൻ്റെ മറ്റു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹൗ ടു യൂസ് ഇറ്റ് ഇൻ സെൻറ്റൻസസ്. ദിസ് അബിറന്റ് ബിഹേവിയർ റിക്വയർസ് എൻ എക്സ്പ്ലനേഷൻ. അപ്പം ഇതൊരു സുപ്പീരിയർ അല്ലെങ്കിൽ അതിൻ്റെ സബോർഡിനേറ്റിനോട് ആവശ്യപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഒരു അബ്നോർമലായിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് മനസ്സിലായത്. ദിസ് അബിറന്റ് ബിഹേവിയർ. അബിറന്റ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അല്ലാത്ത, അബ്നോർമലായിട്ടുള്ള, ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ പൊതുവെ അക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത, കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ റൂൾസ് റെഗുലേഷൻസിനൊക്കെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അബിറന്റ് ബിഹേവിയർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ദിസ് അബിറന്റ് ബിഹേവിയർ റിക്വയർസ് എൻ എക്സ്പ്ലനേഷൻ. ദേ ഡിസ്ക്രൈബ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് വയലൻസ് ഇൻ ദ ഏരിയാസ് ഇൻ അബിറേഷൻ. അപ്പോൾ ആ സ്ഥലത്തെ അക്രമങ്ങളെക്കുറിച്ച് അവർ വിവരിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു അബിറേഷനാണ്. കാരണം ഇതുവരെ കാണാത്ത, ഇതുവരെ സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അതിനൊരു അബിറേഷൻ എന്ന് പറയും. എന്നുവെച്ചാൽ നോർമൽ അല്ലാത്ത, അബ്നോർമലായിട്ടുള്ളൊരു വേ ഓഫ് ബിഹേവിങ് അല്ലെങ്കിൽ ഒരു സംഭവം, വികാസത്തിന് അല്ലെങ്കിൽ സംഭവത്തിനാണ് നമ്മൾ അബിറേഷൻ എന്ന് പറയുന്നത്. അപ്പം അബിറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അല്ലാത്ത വഴിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസസ്, പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ള പ്രവൃത്തികളിൽ നിന്നും അല്ലെങ്കിൽ രീതികളിൽ നിന്നും മാറി സഞ്ചരിക്കുക, സംസാരിക്കുക, അതിനെയൊക്കെ അബിറന്റ് അല്ലെങ്കിൽ അബിറേഷൻ എന്ന് പറയാൻ പറ്റും. അടുത്ത വാക്കാണ് അബറ്റ് എന്ന് പറയുന്നത്. അബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണയായിട്ട് യൂഷ്വലി നെയ്ഡ് ആൻഡ് അബറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. എയ്ഡിങ് ആൻഡ് അബറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക. ആൻ ഒഫൻഡർ ഓർ ഒഫൻസ്. സാധാരണഗതിയിൽ ഒരു തെറ്റായ പ്രവൃത്തി അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അബറ്റിങ് ക്രൈം എന്നുവെച്ചാൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അതിനെയൊക്കെ സഹായിക്കുന്നതിനാണ് അബറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റ് ഫോംസ് ആണ് അബറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അബറ്റിങ് എറ്റ്സെട്ര. അബറ്റ്മെൻറ്റ് ഓഫ് ക്രൈം, അബറ്റ്മെൻറ്റ് ഓഫ് വയലൻസ് എന്നൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ അബറ്റ്മെൻറ്റ് ഓഫ് anti-national activities, etc., etc. How to use it in sentences. He was not guilty of murder, but was guilty of aiding and abetting others.
ശരിക്കും പറഞ്ഞാൽ അവനല്ല കൊലപാതകം ചെയ്തത്, മർഡർ ചെയ്ത കുറ്റം അല്ല, മർഡർ നേരിട്ട് ചെയ്ത കുറ്റമല്ല, പക്ഷേ മർഡർ ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ സഹായിച്ചു, അല്ലെങ്കിൽ എൻകറേജ് ചെയ്തു, അസിസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കുറ്റം. ഈസ് ഗിൽറ്റി. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തു എന്ന് തെളിയുന്നതിനാണ് ഗിൽറ്റി എന്ന് പറയുന്നത്. Guilty of aiding and abetting others, but he is not guilty of murder. Second one, all of them involved in the abetment of a crime. ആ ക്രൈം ചെയ്യുന്നതിൽ ഇവരെല്ലാം അതിനകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ക്രൈം ചെയ്യുന്നതിലല്ല, ക്രൈം ചെയ്യുന്നതിന് സഹായകമായിട്ട് അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അബെറ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നവരെ ഈസ് അബെറ്റിംഗ് ഓഫ് എ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ക്രൈം ചെയ്യുക എന്നുള്ള അർത്ഥമല്ല, കമ്മിറ്റിംഗ് എ ക്രൈം അല്ല, ഹെൽപ്പിംഗ് അതേഴ്സ് ഓർ അസിസ്റ്റിംഗ് അതേഴ്സ് ടു കമ്മിറ്റ് എ ക്രൈം. മറ്റുള്ളവരെ കുറ്റകൃത്യം ചെയ്യുന്നതിൽ സഹായിക്കുക, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക എന്നൊക്കെ നോക്കുക, എൻകറേജ് ചെയ്യുക, അതിനുള്ള പ്രചോദനം കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസ്, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അർത്ഥതലത്തിലാണ് അബെറ്റ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ 3 വൊക്കാബുലറീസാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ പഠിക്കുന്നത്. 1 അബ്ഡക്റ്റ്, 2 അബിറന്റ്, 3 അബെറ്റ്. അബ്ഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഡസ് മീൻ കിഡ്നാപ്പ്. കിഡ്നാപ്പ് ഇല്ലീഗലി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കിഡ്നാപ്പും ഇല്ലീഗലാണ്. പിന്നെ അതിൻ്റെ ഫോംസ് ആണ് അബ്ഡക്ഷൻ, അബ്ഡക്റ്റർ. അബ്ഡക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നാപ്പർ എന്നുള്ള അർത്ഥമാണ്. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പിംഗ് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ സെൻറ്റൻസ് യൂസേജ് ഇവിടെ ഉണ്ട്. പിന്നെ അബിറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള പ്രാക്ടീസിൽ നിന്നും അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വഴിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനാണ് അബിറന്റ് ബിഹേവിയർ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അബിറന്റ് വേ ഓഫ് ടോക്കിംഗ്. എന്നുവെച്ചാൽ ഇതുവരെ സംസാരിക്കുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്, അബിറന്റ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഫോംസ് ആണ് അബിറേഷൻ എന്ന് പറയാം, അത് നൗണാണ്. അബിറന്റ് എന്ന് പറഞ്ഞാൽ ആഡ്ജക്റ്റീവ് ആണ്, വെർബല്ല. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് യൂസ് ചെയ്യാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബിറന്റ് ബിഹേവിയർ, അതുപോലെ തന്നെ ഔട്ട് ബ്രേക്ക് ഓഫ് വയലൻസ് ഈസ് ആസ് എൻ അബിറേഷൻ. ഇതിലൂടെ സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു സംഭവവികാസമായിട്ട് വി ക്യാൻ കോൾ ഇറ്റ് എൻ അബിറേഷൻ. സോ the third one is abet. A-B-E-T, abet means encourage or assist, especially with relation to a crime or offense. ഒരു ക്രൈമിനെ അല്ലെങ്കിൽ ഒഫൻസിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, സഹായിക്കുക, അതിനെ ഉത്സാഹപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ തന്നെയാണ് അബെറ്റ് എന്ന് പറയുന്നത്. Some people are guilty of murder and some people are guilty of abetment. ചിലർ മർഡർ ഡയറക്റ്റ് ചെയ്യും, അവരെ certain people are abetting them, ക്രൈം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് അബെറ്റ്മെന്റ് അല്ലെങ്കിൽ അബെറ്റിംഗ് എന്ന് പറയുന്നത്. അബെറ്റിംഗ് എ ക്രൈം, അബെറ്റ്മെന്റ് ഓഫ് എ ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ മറ്റ് 3 വൊക്കാബുലറീസുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും 3 വൊക്കാബുലറീസ് പരിചയപ്പെടാം. അപ്പോൾ ഈ വൊക്കാബുലറീസ് എല്ലാം നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ, നമ്മുടെ ഡെയിലി യൂസേജിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലൈഫിൽ ഈ വൊക്കാബുലറീസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വൊക്കാബുലറിയുടെ അർത്ഥം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ വൊക്കാബുലറീസ് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഇംഗ്ലീഷിനെ ഒന്നുകൂടി നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട്, അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷ് നന്നായി മനസ്സിലാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രക്രിയകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ മറ്റ് 3 വൊക്കാബുലറീസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.